ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഹെൽത്തി പോളയുടേതാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ 4 ചെറിയ ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം. 2 വിസിലടിച്ചാൽ മതിയാവും. അപ്പോൾ ക്യാരറ്റൊക്കെ നന്നായിട്ട് പുഴുങ്ങി ചെറുതായിട്ടൊന്ന് ചൂടാറി വരുന്ന സമയത്ത് ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. കൂടുതൽ അളവിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മുട്ടയുടെ അളവ് കൂട്ടിയെടുക്കുകയും ചെയ്യാം. ക്യാരറ്റും വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടിക്ക് പകരം വനില എസൻസ് ഉണ്ടെങ്കിൽ വനില എസൻസ് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. ഇപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നേരത്തെ പുഴുങ്ങി മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിവാക്കിയിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി മിക്സിയുടെ ജാറ് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. തരിയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ അടിച്ചെടുക്കാം. ഈ ഒരു സമയം തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരി ഇട്ടിട്ട് വറുത്ത് കോരി എടുക്കുന്നുണ്ട്. മുകൾ ഭാഗം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നിർബന്ധമൊന്നുമില്ല, ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടിയാൽ പാനിൽ നിന്ന് മാറ്റാം. എന്നിട്ട് അതിലേക്ക് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നമ്മൾ നേരത്തെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 20-15 മിനിറ്റൊക്കെ വേവിച്ചെടുക്കാം. നമ്മളെടുക്കുന്ന പാത്രത്തിനനുസരിച്ച് ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ കുക്കറിലും വേണമെങ്കിൽ ഇതേ രീതിയിൽ ചെയ്തെടുക്കാം. കുക്കറിലാണെങ്കിൽ താഴ്ഭാഗത്ത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പഴയതിൽ നോൺ സ്റ്റിക്കിൻ്റെ പാനോ അല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെ പഴയ അടപ്പുണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതിയാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ്. മുകൾ ഭാഗത്ത് ഡെക്കറേഷന് വേണ്ടിയിട്ട് വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരിയും വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്, ഹെൽത്തിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.